ഹലോ, നമസ്കാരം. ഇന്നത്തെ ഐറ്റം നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനോ ഈവനിങ് സ്നാക്കിനോ ലഞ്ച് ബോക്സിലോ ഈവനിങ് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പൊട്ടറ്റോ കൊണ്ടൊരു പനിയാരം. പൊട്ടറ്റോ അപ്പം എന്നും വിളിക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. സൂപ്പർ ടേസ്റ്റും ക്രിസ്പിയുമാണ്, ചീസിയൊക്കെ ആയിട്ട്. അപ്പം അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതാണ്. വേവിച്ചതല്ല, പച്ച പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം. നന്നായി പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിലോട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് പാടില്ല. ഇനി അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് ഗ്രീൻ കാപ്സിക്കം, 3 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലധികം മസാലകളൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പൊട്ടറ്റോൻ്റെ ക്രിസ്പിനെസ്സും ഇതിൽ കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊട്ടറ്റോ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതിലാണ് കേട്ടോ. നന്നായിട്ട് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ കപ്പിൽ കുറച്ച് നമ്മുടെ ദോശമാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ ദോശമാവ് ഇന്നരച്ച് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കുന്ന കേട്ടോ. ദോശമാവില്ലാത്തവർക്ക് അരിപ്പൊടിയോ റവയോ ഉപയോഗിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് ഇതിലേക്ക് കോട്ടഡ് ആവാനുള്ളത്ര മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിലിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ആദ്യം ഒഴിച്ചത്. കോട്ടഡ് ആയത് പോരാ. ഇനി അതിലേക്ക് 1 കപ്പ് ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ മൊസറല്ല ചീസും കൂടി. അപ്പം ചീസി പൊട്ടറ്റോ പനിയാരമാണ് ഇത്. അപ്പം ചീസ് ഇല്ലാത്തവർക്ക് ചീസ് ഇല്ലാതെയും ഉപയോഗിക്കാം കേട്ടോ. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കോട്ടഡ് പോരായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു 2 ടേബിൾ സ്പൂണോളം ദോശമാവിട്ടുണ്ട്. ദോശമാവല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അരിപ്പൊടിയോ നിങ്ങൾക്ക് റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഉള്ളു വേവില്ല കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണോളം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ദോശമാവില്ല എങ്കിൽ ഒരുപാട് ദോശമാവിൻ്റെ ആവശ്യമില്ല. ഇത് കോട്ടൺ ആവുന്നത്ര മാത്രം, അതൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ണിയപ്പക്കാരിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണ വേണമെന്നില്ല. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരുപാടില്ല. ഇതുപോലെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് എടുത്തിടാൻ പറ്റുന്ന പരിവായാൽ മതി. ഒരുപാട് ടൈറ്റ് ആയിരിക്കരുത് കേട്ടോ, അപ്പം നമുക്ക് ഉള്ളു വേവില്ല. ഒരുപാട് ഫ്ലോയി ആവരുത് കേട്ടോ. ഫ്ലോയി ആയാൽ നമ്മുടെ ക്രിസ്പിനെസ് കിട്ടില്ല. ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. അപ്പം ഇത് അടച്ചു വെച്ച ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തത് കേട്ടോ. ഒരുപാട് ലോലൊന്നും അല്ല വെക്കേണ്ടത്, ഒരുപാട് ലോല് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരുപാട് ടൈം എടുക്കും കുക്ക് ആവാനായിട്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നോർമലായിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. വേണമെന്നുള്ളവർക്ക് മുകളിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനെ മറിച്ചിട്ട് കണ്ടോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയും നല്ല രസമായിട്ടില്ല കാണാനായിട്ട്. അപ്പം ഇതാ മറിച്ചിട്ടുണ്ട്. ഇതിനിങ്ങനെ 5 മിനിറ്റ് വേവട്ടെ. വേണമെന്നുണ്ടെങ്കിൽ മുകളിലൂടെ എണ്ണ ഒഴിക്കാമായിരുന്നു. ഞാൻ ഒഴിച്ചിട്ടില്ല, ആ എണ്ണയിൽ തന്നെ കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇപ്പം 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വേണ്ടോ, നല്ല രസമായിട്ടുള്ള പൊട്ടറ്റോ കൊണ്ടുള്ള പനിയാരം, പൊട്ടറ്റോ അപ്പം എന്ന് നമുക്ക് വിളിക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. കുറച്ച് ദോശമാവ്, 1 കപ്പ് ദോശമാവ് ചെറിയൊരു കപ്പിനുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ 1 കപ്പ് ദോശമാവൊക്കെ ബാക്കി വരില്ലേ. ഇതുപോലെ തന്നെ ദോശമാവ് ബാക്കി വന്നാലുള്ള കുറച്ച് റെസിപ്പീസൊക്കെ എൻ്റെ ലിങ്കിലുണ്ട്, കണ്ടു നോക്കൂ. അപ്പം ഇതായിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് തുറന്ന് നോക്കാം. കണ്ടോ, ആ ചീസിനെസ് ഒക്കെ അതുപോലെ തന്നെ വരുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ പനിയാരം തന്നെ ആയിരുന്നു ഇത്, ചീസി പൊട്ടറ്റോ പനിയാരം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അറിയിക്കാൻ മറക്കരുത്. റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.